ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളെ ചെറുക്കാനും ചെറുത്തു തോൽപ്പിക്കാനും ശത്രുക്കളെ ഇല്ലാതാക്കാനും ഞങ്ങൾക്ക് മറ്റൊരാളുടെയും ലെക്ചർ കേൾക്കേണ്ട കാര്യമില്ല, മറ്റൊരാളുടെയും ശുപാർശ ആവശ്യമില്ല. അത് തീർക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. കാരണം നിങ്ങളാരും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള കഴിവില്ലാതായിരിക്കുന്നു എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി. ഇതിലെല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഭാരതത്തിൻ്റെ വിദേശ നയം ഇന്ന് എന്താണ്, ആഗോള രാഷ്ട്രീയത്തെ ഭാരതം എങ്ങനെ നോക്കിക്കാണുന്നു, മോദി സർക്കാരിൻ്റെ നിലപാടുകൾ എന്താണ് എന്നുള്ളതും കൃത്യമായി വരച്ചു കാട്ടുകയായിരുന്നു ശ്രീ അജിത് ഡോവൽ. ആ പ്രസംഗം കൃത്യമായിട്ട് തന്നെ ഈ പറയുന്ന എല്ലാവരും, എല്ലാ ആഗോള ശക്തികളും കേട്ടിട്ടുണ്ട്, അവർ അത് നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് പുറമേ നമ്മൾ കാണുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ കേൾക്കുന്ന വിവരങ്ങളാണ്. പക്ഷേ ഇതിനപ്പുറം ഒരു വലിയ ദൗത്യത്തിൻ്റെ ഭാഗം കൂടിയാണ് ശ്രീ അജിത് ഡോവലിൻ്റെ റഷ്യ സന്ദർശനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരുപക്ഷെ ഭാരതത്തിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു വലിയ നെഗോസിയേഷൻ നടക്കുന്നുണ്ട്. ആ ചർച്ച അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും റഷ്യൻ സർക്കാരും തമ്മിലായിരുന്നു. യഥാർത്ഥത്തിൽ ആ ചർച്ച തുടങ്ങിയത് കഴിഞ്ഞ ജൂൺ 2025 ജൂൺ 2025 ഒരു കാലത്ത് തമ്മിൽ ബദ്ധശത്രുക്കളായിരുന്ന ഈ രണ്ട് കൂട്ടരും തമ്മിൽ ചർച്ചകൾ ആരംഭിക്കുന്നു. ജൂണിൽ ഈ ചർച്ചകൾ ആരംഭിക്കുന്നു. ഒക്ടോബറിൽ അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി മൗലവി അമീർ ഖാൻ മുത്താക്കി ഭാരതത്തിലെത്തുന്നു. ഭാരതത്തിൽ ദിവസങ്ങളോളം താമസിച്ച് ഭാരതത്തിൻ്റെ ഒഫീഷ്യൽസുമായിട്ടും ശ്രീ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അതിലുണ്ട്, അതേപോലെ മന്ത്രിമാരുമായിട്ടൊക്കെ അദ്ദേഹം കാണുന്നു, അദ്ദേഹം തിരിച്ചു പോകുന്നു. ഈ ചർച്ച നിരന്തരം നടന്നു വരികയും റഷ്യൻ ഭരണകൂടവും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും ഈ മാസം മെയ് 2026 ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഒരു മിലിറ്ററി എഗ്രിമെൻ്റാണ്. ആ മിലിറ്ററി എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് പാക്റ്റാണ്. ഇരു കൂട്ടരും തമ്മിൽ പ്രതിരോധ രംഗത്ത്, മിലിറ്ററി രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന സഹകരണത്തിൻ്റെ കൃത്യമായ രേഖ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ റഷ്യ സൈനികമായി സഹായിക്കാൻ പോകുന്നു എന്ന് ചുരുക്കം. ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് ഭാരതത്തിൻ്റെ കൈകൾ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ അതിശയിക്കാൻ യാതൊന്നുമില്ല.